നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുമോടി തീർക്കാൻ വിപുലമായ കളക്ഷനുമായി ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ്. ആവശ്യമായ ന്യൂ ട്രെൻഡി ടോപ്സ്, വെഡിംഗ് പാർട്ടി വെയേഴ്സ്, ഡ്രസ് മെറ്റീരിയൽ തുടങ്ങി വമ്പിച്ച വിലക്കുറവിലും ഗുണമേന്മയിലുമുള്ള വസ്ത്രങ്ങളുടെ വിശാലമായ കളക്ഷൻസ്. ഇനി ലേഡീസ് ഫാഷൻ ഡ്രസ്സുകളുടെ ഖമനീയ ശേഖരം നിങ്ങൾക്കായി ഒരുക്കുന്നു. ഉടൻ തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കൂ. നിങ്ങളുടെ മനസ്സിനിണങ്ങിയത് സ്വന്തമാക്കാം. ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ്, AB കോംപ്ലക്സ്, കൂറ്റനാട് റോഡ്, നിയർ പെട്രോൾ പമ്പ്, ശാരിശ്ശേരി. നമസ്കാരം. ഓണം ഇങ്ങ് അടുത്തെത്തി. പലയിടത്തും ഓണാഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഓണാഘോഷങ്ങൾ പലരും പല രീതിയിൽ നടത്താറുണ്ട്. എന്നാൽ വ്യത്യസ്തമായ ഒരു ഓണാഘോഷത്തെക്കുറിച്ചാണ് ഈ വാർത്ത. പാലക്കാട് പ്രവാസി അസോസിയേഷൻ എന്ന സംഘടനയും അതിൻ്റെ ഭാരവാഹികളും ഇത്തവണ ഓണം ആഘോഷിച്ചത് പട്ടാമ്പി സ്നേഹാലയത്തിലെ അന്തേവാസികൾക്കൊപ്പമായിരുന്നു. സബ് ഇൻസ്പെക്ടർ ബാബു സാർ ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് പ്രവാസി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ശോഭ നായർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംഘടനാ ചെയർമാൻ ശിവരാമൻ, കോർഡിനേറ്റർ അബ്ദുള്ള വാക്കുളങ്ങര, ട്രഷറർ അറുമുഖൻ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ജീവിതയാത്രയിൽ ഒറ്റപ്പെട്ടു പോയവർ, വയോജനങ്ങൾ, മാനസിക രോഗത്താൽ ബുദ്ധിമുട്ടുന്നവർ, ലഹരിക്ക് അടിമപ്പെട്ട് ജീവിതം ദുസ്സഹമായവർ, ഇങ്ങനെ 50ഓളം അംഗങ്ങൾ താമസിക്കുന്ന സ്നേഹാലയം ചാരിറ്റബിൾ ട്രസ്റ്റ്. ആരും സഹായിക്കാനില്ലാത്ത അവരെ ചേർത്തുപിടിച്ച് ഫസൽ തങ്ങൾ എന്ന യുവാവ്, സേവന സന്നദ്ധയോടെ അവരെ പരിചരിക്കുന്ന അവിടുത്തെ ജോലിക്കാർ, ഇവരോടൊപ്പമായിരുന്നു പാലക്കാട് പ്രവാസി അസോസിയേഷന്റെ ഇത്തവണത്തെ ഓണാഘോഷം. ഒരാഘോഷം എന്നതിനപ്പുറം ഒരു സാന്ത്വനം എന്നുകൂടി ഇതിനെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ജീവിതത്തിൽ സന്തോഷിക്കാനുള്ള ഒരവസരം സ്നേഹാലയത്തിലെ ഈ അന്തേവാസികൾക്ക് നൽകുകയായിരുന്നു പാലക്കാട് പ്രവാസി അസോസിയേഷൻ ഭാരവാഹികൾ. രാവിലെ 10 മണിക്ക് ആരംഭിച്ച ഓണാഘോഷം വൈകുന്നേരം 4:30 വരെ നീണ്ടു. സ്നേഹാലയത്തിലെ പ്രായമുള്ളവർക്ക് ആദരവ്, ഒപ്പം അന്തേവാസികൾക്കും ജോലിക്കാർക്കും ഓണക്കോടികൾ. ഉച്ചയ്ക്ക് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഒരു ഓണസദ്യ. ഷൊർണൂർ സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറായ ബാബു സാർ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ വയനാട്ടിലെ കാര്യം പറഞ്ഞു. വയനാട്ടിലെ ദുഃഖം ഒരു ഭാഗത്തുണ്ട്, അതിലും വലിയ വലിയ ആഘോഷങ്ങൾ അപ്പുറത്ത് നടക്കുന്നുണ്ട്. നമ്മൾ നോക്കണ്ട, നമ്മൾ ഈ സഹോദരങ്ങളോടൊപ്പം കുറച്ചു നേരം ചെലവഴിക്കുക, പാട്ടും കുത്തുമായിട്ട് ഭക്ഷണമായിട്ടും ചില കഥകളും ബാക്കിയുള്ള അവരെ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ കൂടെ നിന്നുകൊണ്ടുള്ള ഓണാഘോഷമാണ് നമ്മൾ വേണ്ടത് എന്ന് തന്നെ എൻ്റെ അഭിപ്രായം. ഞാൻ വൈകുന്നേരം വരെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എൻ്റെ സഹപ്രവർത്തകരെ 2 പോലീസുകാരുടെ മക്കളുടെ കല്യാണം നിശ്ചയങ്ങളും കല്യാണം ഉള്ളത് കാരണം കൊണ്ട് ഞാൻ ഈ മുഖ്യ അതിഥിയായിട്ട് വേഗം തിരിച്ചു പോകും. അപ്പോൾ ഈ ഇതിൽ പല ആളുകൾ നേരത്തെ പരിചയമുള്ളവരുണ്ട്, ഇപ്പോൾ പരിചയപ്പെട്ടവരുണ്ട്, പിന്നെ ഒരുപാട് അടുപ്പമുള്ള ആൾക്കാരുണ്ട്, സദസ്സിലുള്ളവരും ഇവിടുത്തെ സഹജീവികളായുള്ള ആൾക്കാർ പോകാൻ കുറേ പേരെ എനിക്കറിയാം. കുറേ പേരെ എന്നെ അവിടെ മുപ്പത്തൊന്ന് ഒഴിവാക്കി തരണം എന്നൊക്കെ പറഞ്ഞു, എന്നെ ഇവിടുന്ന് പുറത്തുള്ള ആളെ ഏർപ്പാട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. നമ്മൾ സാധാരണ പറയുമ്പോൾ ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രവാസി അസോസിയേഷന്റെ ഇപ്പോഴത്തെ പ്രവർത്തനത്തെ പറ്റി അബ്ദുള്ള പറഞ്ഞു. സഹജീവികൾ നമ്മുടെ കൂടെയുള്ളവരാണ്. അവർക്ക് ഒരു വാക്കിലൂടെയോ ഒരു നോക്കിലൂടെയോ സ്പർശത്തിലൂടെയോ സ്വാതന്ത്ര്യം കൊടുക്കുക എന്നതാണ് ഏറ്റവും വലിയ നന്മ. അപ്പൊ അത് കാരണം കൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പിൽ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സ്നേഹ നിലയം കേന്ദ്രമാക്കിക്കൊണ്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, സ്നേഹസ്പർശം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്. വലിയ വലിയ പ്രതീക്ഷകളോടെയൊക്കെയാണ് തുടങ്ങിയതെങ്കിലും ചെറുതായിട്ട് അസ്തമിച്ച് നിൽക്കുകയാണ്. എന്തായാലും ഉയർത്തി മുരളിയേട്ടൻ്റെ കമാനുണ്ട്, ഇവരെ കൂടി എല്ലാവരും നമ്മൾ ഒത്തുപിടിച്ചാൽ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് പോവാം. അതിൽ ഉൾപ്പെടുത്തിയാണ് അബ്ദുള്ളക്കായിട്ട് നമ്മൾ പരിചയം. എന്നാലും കൂടുതൽ പ്രസംഗിക്കാൻ എനിക്കറിയില്ല, പറയാനും അറിയില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ 1-2 കാര്യങ്ങൾ വായി തോന്നിയ പോലെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ ഒരു നല്ല സംരംഭത്തിന്, ഈ ആഘോഷത്തിന് എന്നെ വിളിച്ചൊരു സന്തോഷം നന്ദി അറിയിക്കുന്നതോടൊപ്പം ഈ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തിയത് അറിയിക്കും. സന്തോഷം. സുരേന്ദ്രൻ പട്ടാമ്പിയുടെ മാജിക് ഷോ, ആലൂർ തരങ്കിണി ഓർക്കസ്ട്രയുടെ ഗാനമേള എന്നിവ ഓണാഘോഷത്തിന് കൊഴുപ്പേകി. തങ്ങളോടൊപ്പം ഓണം ആഘോഷിക്കാൻ എത്തിയവരെ കണ്ടപ്പോൾ അവിടുത്തെ അന്തേവാസികൾക്കും സന്തോഷം. അവർ സന്തോഷം പങ്കുവച്ചത് പാട്ടിനൊപ്പം ചുവട് വെച്ചുകൊണ്ടാണ്. പാലക്കാട് പ്രവാസി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ശോഭ നായർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയുമായ ചിങ്ങമാസത്തെ വരവേൽപ്പിക്കുവാനായിട്ട് നമ്മൾ ഓണാഘോഷത്തിന് വേണ്ടി ഈ സദസ്സിൽ നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവർക്കെല്ലാം സന്തോഷമുള്ള മുഖത്തെ കാണുമ്പോൾ, അവരുടെ വിലാപ ഹൃദയത്തെ നോക്കുമ്പോൾ സന്തോഷമല്ല നമുക്ക്
ഇങ്ങനെ നമ്മൾക്കിവിടെ ചേരാൻ ദൈവം തന്ന ഒരു അവസരം, ഇവരെയെല്ലാം സ്നേഹത്തോടെ കാണാനും അവരുടെ ഇടയിൽ നിന്ന് രണ്ടു വാക്ക് സംസാരിക്കുവാൻ സർവേശ്വരൻ തന്ന ആ ഒരു കൃപയ്ക്ക് നമ്മൾക്ക് ഒരുമിച്ച് എല്ലാവർക്കും ഈശ്വരനോട് നന്ദി പറയാം. ചിങ്ങമാസത്തിലെ പൊന്നോണത്തിന് വേണ്ടി നമ്മളിവിടെ കൂടിയിരിക്കുന്നു. ചിങ്ങമാസം പിറക്കുമ്പോഴേയുള്ള സന്തോഷ വാർത്തയാണ് അത്തം വരുന്നു, ഓണം വരുന്നു, ഓണാഘോഷം വരുന്നു, അത്തപ്പൂക്കൾ, കൂട്ടുപുരവകൾ. ചെയർമാൻ ശിവരാമൻ, കോർഡിനേറ്റർ അബ്ദുള്ള വാക്കുളങ്ങര, ട്രഷറർ അറുമുഖൻ മുരളി പട്ടാമ്പി, സതീഷ്, സൈനുദ്ദീൻ, മുസ്തഫ കളത്തിൽ, അക്ബർ കുടുംബിനി, കമാൽ പട്ടാമ്പി, അഷ്റഫ് ആലൂർ, സുരേന്ദ്രൻ പട്ടാമ്പി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു.